അബൂ ഉമാമ ഒട്ടകപ്പുറത്ത് മക്കയിലേക്കുള്ള യാത്രയിലാണ്. വഴിയിൽ വെച്ച് മക്കയിൽ പാരമ്പര്യ ചിന്തകളുടെ യുക്തിരാഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുകയാണ്. അബൂ ഉമാമ അന്വേഷിച്ചു എവിടെയാണ്. ഒടുവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിൽക്കുന്ന സങ്കേതത്തിലെത്തുന്നു അബൂ ഉമാമ. അദ്ദേഹം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? തിരുനബി മറുപടി നൽകി, ഞാൻ റസൂലാണ്. ആരാണ് റസൂൽ എന്നായി അബൂ ഉമാമയുടെ അടുത്ത ചോദ്യം. അള്ളാഹു ചിലരെ തിരഞ്ഞെടുത്ത് വഹ്യുമായി അയക്കുന്നവരാണ് റസൂൽ, ദൂതന്മാർ, പ്രവാചകന്മാർ എന്നായി മുത്തുനബിയുടെ മറുപടി. എന്തു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്നായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ചോദ്യം. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി അത് നിലനിർത്തുക, ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കുകയും മനുഷ്യചിന്തയെ മുരടിപ്പിക്കുകയും നിശ്ചലമാക്കുകയും ചെയ്യുന്ന ബിംബങ്ങളെ നിഷേധിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ പരമമായ സന്ദേശം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിൽ മറുപടി നൽകി. അപ്പോൾ അബൂ ഉമാമയുടെ അടുത്ത ചോദ്യം, ആരാണിതിന് നിങ്ങൾക്ക് സഹായികൾ എന്നാണ്. ഒരടിമയും ഒരു സ്വതന്ത്രനും എന്നായി മുത്തുനബിയുടെ മറുപടി. അബൂ ഉമാമ നോക്കുമ്പോൾ നീണ്ടു മെലിഞ്ഞ് സുന്ദരനും കുലീനനുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വശത്തും കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു വശത്തും കാണുന്നു. അറബ് സമൂഹത്തിൽ നിലനിന്നിരുന്ന വരേണ്യതയെ തിരുത്തി സമൂഹത്തിൻ്റെ പരിച്ഛേദത്തെ ഒപ്പം നിർത്തിയുള്ള മാനവികമായ ഒരു മുന്നേറ്റമാണ് എന്ന ബോധ്യം അബൂ ഉമാമക്ക് വരികയും അദ്ദേഹം അതുവഴി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു.